أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام عليك يا رسول الله. അസ്സലാമു അലൈക്കും പ്രിയ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ്, എനിക്ക് സുഖമാണ്. നിങ്ങൾക്കും സുഖം തന്നെയായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പരിശുദ്ധമായ റജബ് മാസത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, ഈ റജബ് മാസത്തിൽ ഇബാദത്ത് ചെയ്താൽ വലിയൊരു പുണ്യമുള്ള ദിവസമാണെന്ന്. അപ്പോൾ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടായില്ല. എല്ലാ വാട്സപ്പിലും പിന്നെ എല്ലാ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ അറിയിക്കുന്നതാണ് ഈ ഒരു റജബ് മാസം വളരെ പുണ്യമുള്ളതാണ് എന്ന്. അപ്പോൾ ഇത്രയും നല്ലൊരു പുണ്യമാസത്തിലെ ഒരു പുണ്യ ദിവസത്തിലൂടെയാണ് നമ്മളിന്ന് കടന്നുകൊണ്ടിരിക്കുന്നത്, റജബിലെ 3-ാമത്തെ വെള്ളിയാഴ്ച. അപ്പോൾ പുണ്യമാക്കപ്പെട്ട മാസങ്ങളിലെ റജബ് എന്ന മാസം വളരെ ഇബാദത്തിന് പറ്റിയ മാസമാണെന്നറിയാം. അതിലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസമാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ദിവസങ്ങളിൽ ഇബാദത്തിന് വേണ്ടി ചെലവഴിക്കാത്തത്? നമുക്ക് ഭൂമിയിലുള്ള ഈ സുഖസൗകര്യങ്ങൾ മാത്രം മതിയോ? നാളെ പരലോകത്തേക്കുള്ള സുഖസൗകര്യങ്ങൾ നമ്മൾ ഇവിടെ വെച്ച് തന്നെ ഒരുക്കി വെക്കണ്ടേ? ഏതൊരു ജീവിയെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും, ജീവനുള്ളതിനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു അന്ത്യം, അവസാനം ഉണ്ട്, എന്തായാലും ഉണ്ട്. ആരും ഇവിടെ എല്ലാ കാലവും ജീവിച്ചിരിക്കുന്നില്ല. ഏത് മഹാന്മാരും മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ നാളെ മരിച്ച് പരലോകത്തേക്ക് ചെന്നാൽ എന്തുണ്ട് നമ്മുടെ കൈകളിൽ അള്ളാഹുവിനടുത്ത് കാണിച്ചു കൊടുക്കാൻ? ഇത്ര നല്ല ഓഫറുകളുള്ള ദിവസങ്ങൾ, മാസങ്ങൾ അള്ളാഹു നമുക്ക് തന്നിട്ടും നമ്മൾ വെറും കൈയോടെ അങ്ങോട്ട് ചെല്ലാൻ പാടുണ്ടോ? ഈ ഒരു പുണ്യ റജബിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുത്തുനബിയുടെ കയ്യിൽ നമുക്ക് സമ്മാനമായിട്ട് നമസ്കാരം എന്ന ആ ഒരു പുണ്യകർമ്മം നബിയുടെ കയ്യിൽ നമുക്ക് കൊടുത്തുവിട്ടത്. ഫസ്റ്റ് അള്ളാഹു ഈ ഒരു പുണ്യ റജബിലാണല്ലോ അത് സംഭവിച്ചത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അള്ളാഹു 50 വക്തത്തെ നമസ്കാരമായിരുന്നു നമ്മുടെ നബിയുടെ കയ്യിൽ കൊടുത്തുവിട്ടത്. അങ്ങനെ 50 വക്ത നമസ്കാരവുമായി നബി തിരിച്ചു വരുമ്പോൾ മൂസാ നബിയെ അവിടെ വെച്ച് കണ്ടുവെന്നാണ് പറയുന്നത്. അപ്പോൾ നബി പറഞ്ഞല്ലോ, എനിക്ക് തന്നൊരു സമ്മാനമാണ് ഇങ്ങനെ നമസ്കാരം എന്ന് പറഞ്ഞപ്പോൾ മൂസാ നബി ആണല്ലോ, നിൻ്റെ സമുദായത്തിന് ആ 50 വക്ത നേരത്തെ നമസ്കാരം നിർവഹിക്കാൻ കഴിയില്ല, അതുകൊണ്ട് നീ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകണം, എന്നിട്ട് ഇത് ചുരുക്കി കൊണ്ടുവരണം എന്നാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോയി. അങ്ങനെ 45 ആക്കിക്കാണ്ട് പിന്നെയും മടങ്ങി. അപ്പോഴും തന്നെ മൂസാ നബി ആണല്ലോ, ഇത് നിൻ്റെ സമുദായത്തിന് കഴിയില്ല, അതുകൊണ്ട് നീ വീണ്ടും കുറച്ച് കൊണ്ടുവരിക. അങ്ങനെ ഓരോ പ്രാവശ്യവും 5 നേരത്തെ നമസ്കാരം കുറച്ചാണ് ഈ ഒരു നമുക്കിപ്പോൾ കിട്ടിയ ഈ ഒരു ഇബാദത്തായ 5 നേരത്തെ നമസ്കാരം അള്ളാഹു നമുക്ക് നിർബന്ധമാക്കി തന്നതാണ്. ആ ഒരു 5 നേരത്തെ നമസ്കാരം പോലും നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളെ പറ്റുക? ഈ 5 നേരത്തെ നമസ്കാരം അല്ലല്ലോ ഫസ്റ്റ് നമുക്ക് തന്നത്, 50 വക്ത നമസ്കാരമാണ്. ആ 50 വക്ത നമസ്കാരം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ദിവസം ഫുള്ള് നമുക്ക് അതിനേ സമയം ഉണ്ടാവുള്ളൂ അല്ലേ? പിന്നെ അതൊക്കെ ചുരുക്കി 5 വക്ത തന്നിട്ടും പിന്നെ എന്തുകൊണ്ട് നമുക്കതിനൊന്നും സമയം കണ്ടെത്താൻ കഴിയുന്നില്ല? എത്രയോ ആളുകളുണ്ട് ഇപ്പോഴും 5 നേരത്തെ നമസ്കാരം നിസ്കരിക്കാത്തവർ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസമൊന്നും നമ്മൾ വെറുതെ പായാക്കി കളയരുത്. ഒരുപാട് സുന്നത്തുകൾ ചെയ്യാൻ പറ്റിയ, ഒരുപാട് കൂലികൾ കിട്ടുന്ന, ദുഹാക്ക് ഉത്തരം പ്രതിഫലമായി ലഭിക്കുന്ന ഒരുപാട് സമയങ്ങളൊക്കെ ഉള്ള ഒരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം. അപ്പോൾ നമ്മൾ എന്തായാലും അത് പായാക്കിക്കൂടാ. എല്ലാവരും ഇന്നത്തെ ഈ ഒരു ദിവസം മാക്സിമം മുതലാക്കി തന്നെ മുന്നോട്ട് പോകണം. വെള്ളിയാഴ്ച ദിവസത്തിൽ ഓതൽ സുന്നത്തായ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ കഹഫ്. അതെല്ലാവരും ഓതാൻ ശ്രമിക്കുക. ഇന്ന് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ, ഈ ഇന്നത്തെ ഒരു വെള്ളിയാഴ്ച നമ്മൾ ഓതിക്കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച വരെ നമ്മളുടെ ഒരു സംരക്ഷകനായിട്ട് ആ അൽ കഹഫ് സൂറത്ത് നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് അത് ഓതാൻ ശ്രമിക്കുക. ഇനി നമുക്കൊരു കാരണവശാലും ഓതാൻ കഴിയുന്നില്ല, ടൈമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലുകളിൽ അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടാവും, അതൊന്ന് പ്ലേ ചെയ്തിടുക. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പ്ലേ ചെയ്തിട്ടാൽ നമുക്കതങ്ങനെ കേൾക്കുമ്പോൾ നമുക്കതൊരു മനസ്സുകൊണ്ട് ഇങ്ങനെ ഓതും. പിന്നെ ഖുർആൻ ഓതുന്നത് കേൾക്കലും ഒരു സുന്നത്താണല്ലോ. നമ്മുടെ വീട്ടിലെ വല്യപ്പന്മാരൊക്കെ ഉണ്ടാവും ഓതാൻ കഴിയാത്തവർ. അവർക്കും തന്നെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് പ്ലേ ചെയ്ത് അവിടെ അടുത്തേക്ക് വെച്ചെടുക്കുക. അവരിതൊക്കെ ഒന്ന് കേൾക്കട്ടെ. കേൾക്കുന്നതും സുന്നത്തായതുകൊണ്ട് അതിൻ്റെ പ്രതിഫലവും അവർക്ക് കിട്ടട്ടെ. കണ്ടും എന്തായാലും ശരിക്ക് അവർക്ക് ഓതാൻ കഴിയുന്നുണ്ടാവില്ല, എന്നാൽ ആഗ്രഹവും ഉണ്ടാവും. അപ്പം അവരുടെ ആഗ്രഹങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവർക്ക് തന്നെ ഇതൊന്ന് വെച്ചെടുക്കുക. ഒരു 20 മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ നമുക്കത് ഓതി തീർക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അടുത്തത് വെള്ളിയാഴ്ചത്തെ ഒരു സുന്നത്തായ വളരെ പ്രധാനപ്പെട്ട ഒരു നമസ്കാരമാണ് ളുഹാ നമസ്കാരം. വളരെ പുണ്യമേറിയ പ്രതിഫലമുള്ള ഒരു നമസ്കാരമാണ്. അത് സൂര്യന് ഉദിച്ചത് മുതൽ ളുഹറിൻ്റെ മുമ്പ് വരെയാണ് അതിൻ്റെ ടൈം. അപ്പോൾ ആ ഒരു നമസ്കാരവും ആരും പായാക്കി കളയരുത്. 12 വക്ത നമസ്കാരമാണ് ളുഹാ നമസ്കാരം. ചുരുങ്ങിയത് 2 റക്അത്തെങ്കിലും നമ്മൾ നമസ്കരിച്ചിരിക്കണം. സൂര്യൻ ഉദിച്ചത് മുതലാണ് ഈ നിസ്കാരത്തിൻ്റെ സമയമെങ്കിലും ഇതിന് ഏറ്റവും അനുയോജ്യമായ സമയം സൂര്യൻ ഉദിച്ചൊരു വെയിലിന് ചൂട് പിടിക്കൂലേ, ആ ഒരു സമയത്താണ് ഇതിന് അനുയോജ്യമായ സമയം എന്നാണ് എല്ലാവരും പറയൽ. അപ്പോൾ എല്ലാവരും ഈ ഒരു നിസ്കാരം നിർബന്ധമായിട്ടും നിർവഹിക്കാൻ നോക്കുക. 2 നമസ്കരിക്കുക, 4, 6, 8, 10, 12 അങ്ങനെ എല്ലാ 2 റക്അത്തുകൾ അങ്ങനെ കൂട്ടി നമസ്കരിക്കാം. ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ 2 റക്അത്തെങ്കിലും നമസ്കരിക്കുക. ഈ ഒരു നിസ്കാരം നിർവഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നിർത്താൻ കഴിയില്ല നമുക്ക്.
ഇതിലൊരുപാട് പ്രതിഫലങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ പ്രതിഫലങ്ങളുള്ള ഒരു വീഡിയോ ഞാൻ പിന്നീട് ഒരു ദിവസം ഇടുന്നുണ്ട്. അപ്പോൾ ളുഹാക്ക് ഇജാബത്ത് കിട്ടുന്ന ഈ ളുഹാ നിസ്കാരം നിങ്ങളെല്ലാവരും ഇൻഷാ അല്ലാഹ് ഇന്ന് തന്നെ നമസ്കരിച്ച് തുടങ്ങണം. 2 റക്അത്തെങ്കിലും നമസ്കരിച്ച് തുടങ്ങുക. വെള്ളിയാഴ്ച ദിവസം ചെയ്യാൻ പറ്റിയ വളരെ പുണ്യമേറിയ മറ്റൊരു പ്രവൃത്തിയാണ് നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ, ജുമാ ദിവസം പള്ളിയിലേക്ക് പോകുമ്പോൾ കുറച്ച് നേരത്തെ കുളിച്ച് മാറ്റി ഒരുങ്ങി നേരത്തെ ഇറങ്ങുക. എന്നിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് മരിച്ചു പോയവരുണ്ടാവും. നമ്മുടെ ഉപ്പമാർ, ഉമ്മമാർ, വല്യമ്മമാർ, വല്യപ്പമാർ, സഹോദരിമാർ, സഹോദരന്മാർ, പിന്നെ കുടുംബക്കാർ, ബന്ധുക്കൾ, നമ്മുടെ നാട്ടുകാർ, കൂട്ടുകാർ, അങ്ങനെ ഒരുപാട് പേര് മരിച്ചെന്ന് ഖബറിലുള്ളവരുണ്ടാവാം. അവരുടെയൊക്കെ ഒന്ന് ഖബറിങ്ങിൽ പോയി ഒന്ന് സിയാറത്ത് നടത്തുക, അവരോടൊന്ന് സലാം പറയുക, അവർക്ക് വേണ്ടി വേണമെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കുക. അതവർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. ഞാനിപ്പോൾ എൻ്റെ വീഡിയോയിൽ പറയുന്നതാണ്, വെള്ളിയാഴ്ച ദിവസം ആരും തന്നെ നമ്മുടെ ബന്ധത്തിൽപ്പെട്ടവരുടെ ഖബറിങ്ങിൽ പോകാതിരിക്കുന്നൊരു ദിവസം ഉണ്ടാവരുത്. ഞങ്ങളൊക്കെ വീട്ടിൽ വല്യമ്മമാരുണ്ടായിരുന്ന കാലത്ത് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഉപ്പമാരും സഹോദരങ്ങളൊക്കെ പള്ളിയിലേക്ക് കുളിച്ച് മാറ്റി ഇറങ്ങി പോകുമ്പോൾ വല്യമ്മമാർ പറഞ്ഞു കൊടുക്കും, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചവരുടെയൊക്കെ ഖബറിങ്ങിലൊന്ന് പോകണം. നമ്മൾ ചെല്ലുന്നതും കാത്ത് ഖബറാളികൾ ഖബറിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ടാകാം. നിങ്ങൾ ചെല്ലുന്നത് കണ്ടിട്ടില്ലെങ്കിൽ സങ്കടത്തോടെ ആണ് പിന്നെ ഖബറിലേക്ക് മടങ്ങുക എന്നൊക്കെ പറയുന്നത് കേൾക്കാം. കാരണം എന്താ വെച്ചാൽ അത് സംഭവം ഉള്ളതാണോ ഇല്ലാത്തതാണോ അറിയില്ല. നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രചോദനം തരുന്നതാണത്. നമ്മൾ പൊയ്ക്കോട്ടെ എന്ന് വല്യമ്മമാർ കരുതിയിട്ട് പറയുന്നതാണത്. എന്തായാലും നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടാവും. അവരുടെ അടുത്തേക്കൊന്ന് പോകണം, സലാം പറയണം, പ്രാർത്ഥിക്കണം. പിന്നെ വളരെ പുണ്യമേറിയ ഒരു കർമ്മമാണത്. നാളെ നമ്മളും അങ്ങനെ ഒരു ഖബറിലേക്ക് ചെല്ലാനുള്ളതാണ്. നമുക്കും നാളെ അങ്ങനെ ഒരു അവസ്ഥ വരരുത്. അപ്പോൾ നമ്മുടെയൊക്കെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് കൂടെ കൂട്ടുക, അവരും ഇത് അറിയട്ടെ ഇങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളുണ്ട് എന്നുള്ളത്. അങ്ങനെ അവരും പഠിച്ചാലേ നാളെ നമ്മുടെ ഖബറിൻ്റെ അടുത്തേക്ക് അവർ വരികയുള്ളൂ. പിന്നീട് വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥനയ്ക്ക് പറ്റിയ നല്ലൊരു സമയം എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ അസർ കഴിഞ്ഞ് മഗ്‌രിബിന് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പുള്ള ആ ഒരു സമയം, അതിനുള്ളിലുള്ള ആ സമയം ദുആക്ക് ഇജാബത്ത് കിട്ടാൻ ഏറ്റവും നല്ലൊരു സമയമാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പം ഇന്നത്തെ ആ ഒരു ദിവസവും നിങ്ങൾ പാഴാക്കി കളയരുത്. നമുക്കെന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ സങ്കടങ്ങളോ ഉണ്ടെങ്കിൽ അള്ളാഹുവിനോടത് പറയണം. അതിനുള്ള പ്രതിവിധി ചോദിച്ച് നമ്മൾ വാങ്ങണം. അതിനൊരിക്കലും നമ്മൾ മടിക്കരുത്. നമ്മുടെ പ്രശ്നങ്ങൾ എന്തും തന്നെ ആയിക്കോട്ടെ, അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുക, ഒരുപാട് ചോദിക്കുക. അള്ളാഹു നമുക്ക് തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് അതിനുള്ള ഉത്തരം നൽകും. നമ്മുടെ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും തട്ടി നീക്കാനുള്ള ഒരു ആയുധമായിട്ട് പ്രാർത്ഥന നമ്മുടെ കൂടെ നമ്മൾ കൊണ്ടു നടക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ഉപകാരപ്പെടുത്തുക. എനിക്ക് അറിയുന്ന കുറച്ചറിവുകൾ മാത്രമേ ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിലേറെ ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നുള്ളത് അറിയുന്നവരായിരിക്കാം. എന്തായാലും നിങ്ങളതെല്ലാം ചെയ്യുക. അള്ളാഹുവിൻ്റെ അടുത്തേക്ക് നാളേക്കുള്ള പ്രതിഫലം കോരി കൂട്ടുക. അള്ളാഹു നമ്മുടെ എല്ലാം ജീവിതം ഹൈറും സമാധാനവും ഉള്ളതാക്കി തരട്ടെ. നമ്മളിൽ നിന്നും മരിച്ചുപോയവരുടെ ഖബറിൽ അവരെങ്ങനെയാണ് അവരുടെ ഖബർ ആഗ്രഹിക്കുന്നത് അങ്ങനെ ആക്കി തീർക്കട്ടെ. അവരുടെ ശിക്ഷയെല്ലാം അള്ളാഹു ഇല്ലാതാക്കി കൊടുക്കട്ടെ. നല്ലൊരു പുണ്യ ദിവസത്തിൻ്റെ പ്രതിഫലം കൊണ്ട് നമ്മുടെ മക്കളെല്ലാം സ്വാലിഹായ നല്ല മക്കളാക്കി തീർക്കട്ടെ. നമ്മുടെ ബന്ധുക്കൾക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും അവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും അള്ളാഹു ഇല്ലാതാക്കി തീർക്കട്ടെ. നമ്മുടെ എല്ലാം ജീവിതം അള്ളാഹു ഹൈറാക്കി തരട്ടെ. നമുക്ക് ആരോഗ്യവും ആയുസ്സുമുള്ളവരാക്കി തരട്ടെ. ഒരുപാട് നമ്മൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്. അപകടങ്ങളൊന്നും ഇല്ലാതെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ വെള്ളിയാഴ്ചയുടെ എല്ലാ പ്രതിഫലവും നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഞാൻ എന്തെങ്കിലും ഇഷ്ടമില്ലാത്തത് പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എനിക്ക് പുറത്തു തരണം. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.